സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സംസ്കാര സംഘടന സേവ ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി, രജിസ്റ്റേർഡ് തുംകൂരു, കർണാടക, ചുരുക്കത്തിൽ SPYSS. ഇന്ന് ഏപ്രിൽ 7 ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. വേൾഡ് ഹെൽത്ത് ഡേ, അതായത് ലോക ആരോഗ്യ ദിനം. ഈ വർഷത്തെ തീം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ്. അതായത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ്. ഈ സുദിനത്തിൽ നമ്മൾക്ക് നേടാം ആരോഗ്യം, യോഗ പഠിക്കാം. SPYSS 1980 തുടക്കം കുറിച്ചതാണ്. അതിനുശേഷം 2020 ഒക്ടോബറിൽ നാഷണൽ യോഗ ക്യാമ്പ് എന്ന പേരിൽ ഭാരതത്തിലെ വിവിധ ഭാഷകളിൽ യോഗ ക്ലാസുകൾ നടത്തി വരുന്നു. NYC മലയാളം ഓൺലൈൻ ക്ലാസിന്റെ 16 ബാച്ചുകൾ പൂർത്തിയാക്കി 17ാം ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തി നിൽക്കുന്നു. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗയ്ക്ക് പുറമെ NYC മലയാളം ക്ലാസ്സിൽ ഭജന, നാരായണീയം, ഭാഗവതം, ചെയർ യോഗ, വസന്ത ശിബിരം, യോഗ വർക്ക്ഷോപ്പ് ഫോർ ചിൽഡ്രൻ എന്ന വിവിധ തരത്തിലുള്ള പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള അറിവുകൾ എല്ലാം വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ്. യോഗ നമ്മളുടെ ദിനചര്യമാകട്ടെ എന്ന് പ്രതിജ്ഞ എടുക്കാം. ഞാൻ വിനോദിനി, ബാംഗ്ലൂരിൽ സ്ഥിരതാമസം, 3ാം ബാച്ചിൽ ചേർന്നതാണ്. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ദീപം തെളിയിക്കലിലൂടെ തുടക്കം കുറിക്കാം. അതിനായി മുഖ്യ അതിഥി ശ്രീ അച്യുതാനന്ദ സ്വാമിയെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം സ്വാമി. Hari Om, I'm so happy to be here among all of you online, and we will now start lighting up the lamp. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം സ്വാമി. അടുത്തതായി വ്യക്തിഗത പ്രാർത്ഥന ചൊല്ലാൻ സന്തോഷ് അണ്ണനെ ക്ഷണിക്കുന്നു. അണ്ണൻ കോഴിക്കോട് സ്വദേശിയാണ്. 2019 മുതൽ SPYSS സേവ ചെയ്യുന്നു. NYC 16ാമത്തെ ബാച്ചിൽ ചേർന്നതാണ്. ഹരി ഓം സന്തോഷ് അണ്ണ. ഹരി ഓം. ഹരി ഓം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നമഃ നമഃ ശ്രീ മഹാഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ.
നാന്മുഖാതിമൂർത്തിത്രയസേവിതഭൂജിതം നാരദാതിമുനിവൃന്ദസേവിതം നമഃ നമഃ ശ്രീമഹാഗണപതേ നമഃ. ഇടവും വലവും സിദ്ധിയും ബുദ്ധിയും നിൻ സന്നിധിയിൽ അടിയങ്ങളെ തമിടുമ്പോൾ നിൻ കൃപ അഭംഗുരം പൊഴിയേണം. വിഘ്നം അവിലംബം ഒഴിയേണം. അടിയങ്ങളെ തമിടുമ്പോൾ നിൻ കൃപ അഭംഗുരം പൊഴിയേണം. വിഘ്നം അവിലംബം ഒഴിയേണം. നമഃ നമഃ ശ്രീമഹാഗണപതേ നമഃ. ഹരി ഓം. ഹരി ഓം അണ്ണ. അടുത്തതായി അമൃതവചനം ചൊല്ലാൻ രാധാകൃഷ്ണൻ അണ്ണനെ ക്ഷണിക്കുന്നു. അണ്ണൻ അരിക്കോട് മലമ്പുറം സ്വദേശിയാണ്. NYC 16ാം ബാച്ചിൽ ഭാഗമാണ്. ഹരി ഓം അണ്ണ. ഹരി ഓം. ഘടോപനിഷത്തിലെ പ്രസിദ്ധമായ വരികളാണ് ഈ ഉദ്ഘാടന വേളയിൽ അമൃതവചനമായി പറയുന്നത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. സ്വാമി വിവേകാനന്ദൻ ഈ വചനങ്ങൾക്ക് നൽകിയ പരിഭാഷ ഇങ്ങനെയാണ്: അറൈസ്, അവൈക്ക്, സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്. എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യപ്രാപ്തിയിലെത്തും വരെ വിശ്രമിക്കരുത്. ഹരിയോ. ഹരി ഓം അണ്ണ. അടുത്തതായി പഞ്ചാംഗ പഠനമാണ്. അതിനായി ബാലഗോപാലൻ അണ്ണനെ ക്ഷണിക്കുന്നു. അണ്ണൻ കണ്ണൂർ സ്വദേശിയാണ്. 4ാമത്തെ ബാച്ചിൽ ചേർന്നതാണ്. ഹരി ഓം അണ്ണ. എല്ലാവർക്കും ഹരി ഓം. എല്ലാവർക്കും സുപ്രഭാതം. ഇന്നത്തെ പഞ്ചാംഗം: ജംബുദ്വീപേ ഭരതഖണ്ഡേ ഭാരതവർഷേ ദ്വിതീയ പരാർത്ഥേ ശ്വേതവരാഹ കൽപ്പേ വൈവസ്വത മനവന്തരെ 25ാമത്തെ ചതുർയുഗം കലിയുഗം പ്രഥമപാദം സ്വസ്യശ്രീ വിജയഭ്യുദയ ശ്രീകൃഷ്ണ ശഖേ 5124 ശ്രീ ശാലിവാഹന സഖേ ശ്രീ ശോഭകൃത നാമ സംവത്സരെ 1945 ഉത്തരായനം ശിശിർ ഋതു കൊല്ലവർഷം 1999 മീനം 25 ഞായറാഴ്ച പൂരട്ടാതി നക്ഷത്രം ത്രയോദശി തിഥി രാവിലെ 6:54 വരെ. അതിനുശേഷം ചതുർദശി തിഥി പശുകരണം രാവിലെ 6:54 വരെ. അതിനുശേഷം വിഷ്ടികരണം. ബ്രാഹ്മ്യം യോഗം കൃഷ്ണപക്ഷം. ഇംഗ്ലീഷ് തീയതി 7/4/2024. സൂര്യോദയം 6:20. സൂര്യാസ്തമയം 6:28. സർവേ ജന സുഖിനോ ഭവന്തു. സ്വച്ഛ ഭാരതം ശ്രേഷ്ഠ ഭാരതം. ഹരി ഓം. ഹരി ഓം അണ്ണ. അടുത്തതായി സാമൂഹിക പ്രാർത്ഥന ചൊല്ലാൻ അഭിനന്ദൻ അണ്ണനെ ക്ഷണിക്കുന്നു. അണ്ണൻ NYC മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടിസിപ്പന്റ് ആണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 5ാം ബാച്ചിൽ ചേർന്നതുണ്ട്. ഹരി ഓം അഭിനന്ദൻ അണ്ണ. ഹരി ഓം. നമുക്കിന്ന് സാമൂഹിക പ്രാർത്ഥന ചൊല്ലാം. ആദ്യമായി അട്ടല് നിവർത്തി നമുക്ക് വജ്രാസന സ്ഥിതിയിൽ വന്നിരിക്കാം. ആദ്യമായി 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാം. അടുത്തതായി നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനതു
सह वीर्यं करवावहै तेजस्विनामधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः നമുക്ക് അടുത്തതായി ഗുരുസ്തുതി ചൊല്ലാം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം. ഹരി ഓം അഭിനന്ദനണ്ണ. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണമാണ്. അതിനുവേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് മുഖ്യ അതിഥിയായ ശ്രീ അചലാനന്ദ സ്വാമിയാണ്. അചലാനന്ദ സ്വാമി 1966 ജനുവരിയിൽ കേരളത്തിലെ കൊടുവായൂർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. പേര് പി ശ്രീഹരി അയ്യർ എന്നായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നേടിയ ശേഷം ഇന്ത്യയിലും കുവൈറ്റിലുമായി 13 വർഷം ജോലി ചെയ്തു. പിന്നീട് USA-യിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി. 2000-ൽ ഗുരു പരമഹംസ പ്രജ്ഞാനന്ദയിൽ നിന്നും ക്രിയായോഗയിൽ ദീക്ഷ സ്വീകരിച്ചു. 2009 ഫെബ്രുവരിയിൽ ബ്രഹ്മചാരി ധീരാനന്ദ എന്ന നാമത്തിൽ ദീക്ഷ സ്വീകരിക്കുകയും തുടർന്ന് 2012 ഫെബ്രുവരിയിൽ സ്വാമി അചലാനന്ദഗിരി എന്ന പുതിയ നാമത്തിൽ സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. നിലവിൽ സ്വാമി ഇന്ത്യയിലെ ജഗത്പൂർ ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അവിടെ അദ്ദേഹം പ്രജ്ഞന മിഷന്റെ സെക്രട്ടറിയും അഡ്മിനിസ്ട്രേറ്ററുമായി ആണ്. ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ അചലാനന്ദ സ്വാമിയെ. ഹരി ഓം സ്വാമി. ഹരി ഓം. ജനിച്ചത് കേരളത്തിലാണ്, പക്ഷെ എൻ്റെ മലയാളം ഒരുപോലെയാണ്. സോ ഇഫ് യു വിൽ എക്സ്ക്യൂസ് മീ, ഞാൻ കുറച്ച് ഇംഗ്ലീഷിൽ പറയാം. ഐ ഹോപ്പ് മോസ്റ്റ് ഓഫ് യു അണ്ടർസ്റ്റാൻഡ്. I'm very honored to speak a few words on the occasion of the inauguration of the 17th batch. My humble pranams to Sri Madhav Rao ji, Sri Gopakumar ji, all the organizers and the participants. Yoga, it knows no gender, it knows no age. I was told that in this batch, we have people of a wide range of age groups, including some people over 60 years of age. Now, why this yoga? Why do we need it? And what is yoga? We will little bit try to understand. The main purpose is to be inspired in this path. The goal of every being, be it a human being or any other being, is to avoid pain, avoid misery, and to get happiness at all times. But if you look at our life, unfortunately, it is one of pain and misery. Now, why this pain and misery? Modern life, it promotes a very fragmented mind. ഒരു പരിച്ഛിന്ന മനസ്സ്. And this mind is not in sync with the body. For example, in most households, the morning breakfast starts with watching the news. While the mind is absorbed in the news, the body is mindlessly engaging in eating. There is no taste, there is no satisfaction, and above all, there is no control over the food. Today, in this corporate world, business lunches are common. Even in the house, most houses, dinner is accompanied by some TV serial. The same problem, mind involved in some other business or in some TV serial,
and the mouth and the body is involved in eating. Absolutely no synchronicity between the body and the mind. Even if there is no TV in the house, I'm reminded of my mother. Although we did not have TV at home, when I would go to work using a motorcycle, she would sit at home endlessly worrying whether I'm driving safely. All the eating food, but eating food is a very mindless activity. Mind is consumed by worry. So this is how life is these days. Your mind is fragmented. Body is doing one thing, the mind is doing something else. Our attention spans are very low. We know when we sit in front of the TV, nobody even sees one program completely. There is channel surfing because the mind is not steady. And one big thing we don't realize, the emotions that we feel during eating food, they make up our mind. They become the food and they make up our mind. So when your mind is influenced by all the emotions when you're eating, that is how your mind is made up. So the mind is constantly, being built based on these negative emotions. So there is unhappiness and negative emotions in the mind, and that is how the life moves on. So mind has become the main enemy. It becomes the source of pain and misery. How to correct this? It is yoga. Yoga helps us to experience the union of the body and soul. So the first problem is to eliminate this pain and misery. Now the second thing is happiness. Where is this happiness? We search for happiness in all the wrong places. Our goal of life is to attain ultimate happiness, the greatest happiness, and to maintain it forever. But where do we look for happiness? In all the wrong places. So I don't know what is a famous South Indian sweet, but in this part of the country, favorite sweet is a rasagulla. So suppose you like rasagulla. Eating one rasagulla, you feel happy. Maybe two, you're still happy. But if you were asked to eat 10 rasagullas and you are forced to eat 10 rasagullas, the happiness suddenly disappears. You become sick, you become unhappy. So how is this possible? If happiness was in rasagulla, if eating one rasagulla gave you 1 unit of happiness, so when you eat 10 rasagullas, you should get 10 units of happiness. But this is not the case. You become sick, you feel nauseated, and there is pain instead of happiness. So how is it possible that one rasagulla gives me happiness, but when I eat more of that, there is no happiness? The reason is the happiness is not in rasagulla. We are searching for happiness in the wrong place. Then how do I feel happy when I eat one rasagulla? What really happens is the mind becomes still for a moment. The desires that were dancing in the mind become stilled. So there is no desire. There is a short moment of time when the desire is no more there. And in this state, when the mind is in the state of rest, that is when you experience happiness. The happiness did not come to you from rasagulla. It came to you when the mind was still. But this happiness is not long-lived. After the short gap, another desire arises in the mind, and the mind goes back to its original state. This is how these objects of the world,
give you happiness. Each object is like a rasagulla. For some, it is a rasagulla. For some, it might be a motorcycle, a car, or whatever. They satisfy the desire for a short time. The mind enters into a state of rest. You feel happy from that. And then again, the new desire comes, and again, it is all over again. It is again the same feeling of unhappiness, misery continuing. How do we reach the state of happiness, and how do we maintain it for a longer time? It is possible by the practice of yoga. Yoga deals with this Atman, we should remember. It starts with yama and niyama, which you will probably learn during this course. And slowly, by practicing asana, one starts at the physical level. Unfortunately, most people think of yoga as only some physical exercise, and yoga stops there for them. But yoga goes much, much beyond. It does not end with a few asanas. One slowly works on pranayama. He learns how to control the breath. And then eventually, with the other stages, where one learns how to control the mind. By disciplining the body, breath is disciplined. By disciplining the breath, the mind is disciplined. And these are the steps that one takes to attain this everlasting happiness. Now, what is this yoga? What does this word yoga mean? And how it is going to help us? One simple meaning of the word yoga is union. Union of the body and soul. Any union should give you bliss. A child in the hands of the mother, union of two pairs of eyes. The mother is in bliss, the child is in bliss. The river, when it meets the sea, it has attained its final destination. There is bliss. So whenever there is union, there is bliss. And so too in this body, there is this union of the body and the soul, because of which this body is alive. But the fact is, there is no experience of bliss. There is more. One actually feels life is more painful, more miserable, and one does not experience this bliss normally. Why is it so? The body is united with the soul, and that is why this body is alive. Yet, there is no experience of bliss. There is no experience of happiness. There is no experience of bliss, because there is no experience of the union. Although the union is there, there is no experience of the union. Why this union is not experienced? Or there is something in between which we call the mind. This curtain of mind has become thick, opaque with desires, various desires. And when these desires are more in number, the mind becomes thick and opaque. This union is not experienced. And when this union is not experienced, this bliss is also not experienced. So yoga is a practice that cleans the mind, makes it transparent, so that the union of body and soul is experienced. This is the first union. There is another union, union of the Jivatman and the Paramatman. In reality, there is only one Atman. There are no two or more Atman. But when we say union of Jivatman and Paramatman, what do we mean by this? It means we realize that there is only one Atman. When there is only one Atman, all that we thought was a Jivatman, that becomes united, that becomes one with the Paramatman, and only one Atman exists. So yoga is a pilgrimage that begins first with the experience of the union of body and soul. So you experience bliss there. And then finally it culminates in the experience of the individual and the cosmic soul. So this journey, this pilgrimage is yoga. Yoga has few other meanings. One meaning of yoga is control over the mind and the senses. You might
tell me, Swamiji, I am not given to controlling my mind, my senses are wild. It is true. Yoga is not only the goal, yoga is also the process. The very process of yoga will help you to control the mind and senses. And with regular practice, one attains complete control over one's mind and senses. So we learn two meanings. One is union, the other is control over the mind and senses. In the Patanjali Yoga Sutra, the very first words are Atha Yoga Anushasanam. Yoga also means Anushasana or discipline. Without discipline, success cannot be achieved in any field. Now there is a problem. Some of us feel that we are not disciplined. So if we are not disciplined, is yoga for us? Yes, it is for us. Just like I told before, yoga is not only the goal, that is discipline, yoga is also the process, that is the process of being disciplined. One who practices yoga in time becomes disciplined in life. The last meaning of yoga that I would like to talk comes from this yuj dhatu, which means samadhav, yuj samadhav. It means equanimous state of mind. Whatever be the external environment, there could be victory and defeat, there could be loss and gain, whatever be the external environment, my mind should be in a state of bliss, state of happiness. This is yoga. One who practices yoga slowly and slowly attains all this. Before I conclude, few things I would like to, words of advice, few things that will probably help you. And even before that, few things I thought I would, one thing I thought I would tell you. If you see the Bhagavad Gita, 5th chapter, 5th verse, it is said, Yat Sankhye Prapyate Sthanam Tat Yogairapi Gamyate. That which is achieved through Sankhya or the Jnana Marga, that is also achieved by yoga. Ekam Sankyam cha Yogam cha ya pashyati sa pashyati. The path of knowledge and the path of yoga are the same. Why is it the same? The result is the same. And what is the result? The result is moksha, the highest happiness. So this is where yoga will take you. Now, few things you need to keep in mind when you practice yoga. First thing, practice yoga only under the guidance of a teacher. Do not learn from a book or any other place. Understand your body. Practice according to your capabilities and your limitations. Do not overstretch, overbend. It is better to practice for a longer time than to injure your body and stop practicing. Remember the golden rule, if you're experiencing pain, you're doing something wrong. It is said in the Shiva Samhita, Etat sarvani uktani yoga rudasya yoginaha. All the benefits that we talk about accrue only to the yoga rudas, one who is established in yoga, one who practices diligently, regularly, every day. It is not for the yogi who practices today, thinks about it tomorrow, plans to practice another day. For such a person, the benefits don't accrue. So with this, I pray to God, to the masters, to bless you all in this journey and that you get the maximum benefit from this session. Thank you all. Hari Om Swami. That was an enlightening talk.
about the mind, discipline, and yoga. We are honored to have you here today. യോഗയെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ഇത്രയും അറിവ് നൽകിയ സ്വാമിക്ക് സമിതിയുടെ പേരിലും ഞങ്ങൾ എല്ലാവരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഹരിയോം. അടുത്തതായി സമിതിയെക്കുറിച്ച് മുഖ്യഭാഷണം നടത്തുവാൻ SPYSSന്റെ വിസ്താര പ്രമുഖായ മഹാദേവ് റാവ് അണ്ണൻ എത്തിയിട്ടുണ്ട്. അണ്ണൻ 8 വർഷമായി സമിതിയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് ഉന്നത പഠനത്തിനും പരിശീലനത്തിനും വേണ്ട പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ NYC മലയാളത്തിൽ ക്ലാസ് എടുക്കാറുണ്ട്. സ്വാഗതം ചെയ്യുന്നു ശ്രീ മഹാദേവ് റാവ് അണ്ണനെ. ഹരിയോം അണ്ണ. ഹരിയോം അക്ക. We welcome you to today's event, Anna. ഹരിയോം. SPYSS, my first pranams to the lotus feet of Bharata Mata. My pranams to Swami Achalananda Giriji and all the participants of this NYC 17th online Malayalam batch. Hariom to all. Om Gurubhyo Namaha. We are blessed today to have Swami Achalananda Giriji, and he has given a complete detail of yoga and the yogic way of leading our life. And first he spoke about the happiness and the mind. Definitely we have to agree, and in our yogic practice, according to this yoga Patanjali Yoga Sutra, the first one Atha Yoga Anushasanam, and the second one is Yoga Chitta Rutti Nirodha, that is to control our mind. Definitely only practice of yoga controls our mind, and as Guruji also told, discipline. So yoga practice brings discipline, dedication, and determination in all of us. On behalf of Samiti, the coming Tuesday is our New Year Day, that is Chandramana Ugadi. So let us all celebrate this New Year with happiness. And this New Year, as per our calendar, it is Krodinama Samvatsara. So what our elders or the pramukhs in our Samiti have told that, so we may expect some natural calamities, as the name says, Krodinama Samvatsara. So we have to get the divine blessings, that is Adi Daivika Shakti. And Samiti has given instructions to perform Agnihotra on this day by all the Yoga Bandhus in our house collectively, so that all the family members in our house sit together and do this Agnihotra, which brings the purity of the house, the atmosphere, and the surroundings, so that the whole world is in bliss. So how to do this Agnihotra? Just start with simple. Invite the Grama Devata, Kshetra Devata, and Kula Devata, and chant 108 times Rama Taraka Japa. That is Shri Ram, Jai Ram, Jai Jai Ram, and offer 108 times Havis to the Agnihotra, and be a part of this sacred event and contribute for the purity of the atmosphere, house, everything. So let us not forget this Agnihotra on the Ugadi day, that is that coming Tuesday. For the Shuddha Jnana, to get the true knowledge, one has to practice yoga and yogic way of life.
And I have seen that our Malayalam batch, which was started during the Corona time, it is successfully continuing by sharing the true knowledge to all the Yoga Bandhus. Really, it is a commendable and appreciable job which they are doing to the society without expecting anything in reward. As we know, generally we all expect for the monetary benefit if we do any work, but we are all doing the service to the God, and we are getting His blessings, and we are all flourishing. What I have experienced myself, doing seva to the society is doing seva to the God. So let us all continue this service to the society, and the time given is only limited time. So let me conclude by reminding you all for the upcoming rights of us to vote judiciously and become a part of making Bharat as Vishwaguru. And let us all vote without missing. Hari Om, Bolo Bharat Mata Ki Jai. Hari Om Anna. Thank you for the wonderful advice. അടുത്തതായി NYCയെ കുറിച്ച് സംബോധന ചെയ്യുന്നത് NYC മുഖ്യ ശിക്ഷകായ ഗോപകുമാർ അണ്ണനാണ്. അണ്ണൻ ആലപ്പുഴ സ്വദേശിയാണ്. ബാംഗ്ലൂരിൽ സ്ഥിരതാമസം. IT കമ്പനി ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ 7 വർഷമായി SPYSൽ പ്രവർത്തിക്കുന്നു. ഹരി ഓം ഗോപകുമാർ അണ്ണ. ഹരി ഓം. അടുത്ത ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹരി ഓം. സംസാരിക്കുന്നില്ലാണ്? ഇല്ല. ഓക്കെ. ഒരു ദിവസത്തെ യോഗ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു വലിയ ടീം തന്നെ ഉണ്ട്. അതിൽ കുറച്ചു പേരെ പരിചയപ്പെടാം. ആദ്യമായി സത്യജിത്ത് അണ്ണ. അണ്ണ പയ്യന്നൂർ സ്വദേശിയാണ്. തുംകൂറിൽ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. NYC 12ാമത്തെ ബാച്ചിലെ അംഗമാണ്. ഹരി ഓം അണ്ണ. Hari Om. അടുത്തതായി ലതീഷ് അണ്ണ. അണ്ണ കണ്ണൂർ സ്വദേശിയാണ്. സർവീസ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. NYC 9ാമത്തെ ബാച്ചിൽ ചേർന്നതാണ്. ഹരി ഓം അണ്ണ. അടുത്തത് രേഖ അക്ക. അക്ക തൃശ്ശൂരിൽ നിന്നാണ്. 15 കൊല്ലമായി ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്നു. NYCയിൽ 16ാമത്തെ ബാച്ചിൽ ചേർന്നതാണ്. ഹരി ഓം അക്ക. ഹരി ഓം. അടുത്തത് ജോയ് അബ്രഹാം അണ്ണ. അണ്ണ കോട്ടയത്തിൽ നിന്നുമാണ്. റിട്ടയർഡ് ഹെഡ് മാസ്റ്ററുമാണ്. NYC 16ാം ബാച്ചിൽ ജോയിൻ ചെയ്തു. ഹരി ഓം അണ്ണ. ഹരി ഓം അക്ക. ഈ ടീമിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളുണ്ട്. ജിലജ ഹരിഹരൻ അക്ക. വരും ദിവസങ്ങളിൽ അവരെയും പരിചയപ്പെടാം. ഹരി ഓം. അടുത്തത് അനുഭവം പറയുന്നതാണ്. എക്സ്പീരിയൻസ് ഷെയറിംഗ്. സ്ഥിരമായി യോഗ ചെയ്യുന്ന ചിലർ അവർക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ജോയ് അണ്ണ. ഹരി ഓം അണ്ണ. ഹരി ഓം അക്ക. എൻ്റെ പേര് ജോയ് അബ്രഹാം. ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലുള്ള മുണ്ടക്കയം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ഈ വർഷം, അതായത് 2024 ജനുവരി 1 ആരംഭിച്ച SPYSSന്റെ 16ാമത് ബാച്ചിലാണ് യോഗ പരിശീലനത്തിനായി ചേർന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. കാരണം നമുക്ക് ഈ ജോലി ലഭിക്കുക,
അല്ലെങ്കിൽ നമ്മുടെ വിവാഹം, അങ്ങനെയുള്ള ചില പ്രധാന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. അതുപോലെ ഒരു വഴിത്തിരിവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ ഉണർത്തി പരിപോഷിപ്പിക്കുന്ന അല്ലെ വളർത്തിയെടുക്കുന്ന ഒരു പരിശീലന പദ്ധതിയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഒരു കൃത്യമായ ടൈം ടേബിൾ, അതായത് 1 മണിക്കൂർ 6 മണിക്ക് ആരംഭിച്ച് 1 മണിക്കൂർ കണ്ട് അവസാനിക്കുന്ന ഒരു കൃത്യമായ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ ഒരു വലിയ ആകർഷണീയത. അപ്പൊ ഈ 1 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് ഒരു 10-ൽ കുറയാത്ത സമർത്ഥരായ പ്രഗത്ഭരായ യോഗ പരിശീലകര് ഓൺലൈനിലൂടെ നമ്മുടെ മുന്നിലെത്തി വ്യത്യസ്തങ്ങളായ യോഗ പ്രവർത്തനങ്ങൾ, ആവർത്തന വിരസമില്ലാതെ വ്യത്യസ്തങ്ങളായ യോഗ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് പരിശീലനം തരുന്നു എന്നത്, അതുകൊണ്ട് നമുക്ക് യാതൊരു വിരസതയും ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ ചുരുക്കത്തില് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കൂടുതലായിട്ടുള്ള ഒരു ശാന്തതയും ഒരു തെളിമയും ഉത്സാഹവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ പരിശീലന പദ്ധതി സഹായിച്ചു എന്ന് ഞാൻ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം അറിയിച്ചുകൊള്ളട്ടെ. ഹരിയോം അക്ക. ഹരിയോം അണ്ണ. അടുത്തത് സുഷ്മ വിജയൻ അക്ക. അക്ക പാലക്കാട് ചിത്തൂർ സ്വദേശിയാണ്. 16-ാം ബാച്ചിൽ ചേർന്നതാണ്. പറഞ്ഞോളൂ അക്ക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുഷ്മ വിജയൻ, സ്ഥലം പാലക്കാട്, ഹൗസ് വൈഫാണ്. 16-ാമത്തെ ബാച്ചിൽ നിന്നു എൻ്റെ ജീവിതത്തിൽ യോഗ വളരെ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. എനിക്ക് കുറേ വർഷങ്ങളായി കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാൽമുട്ട് വേദന, യൂട്രസിൽ ചെറിയ പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് പനി വരും, കോൾഡ്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഹോസ്പിറ്റലിൽ പോകും, മാറും, പൂർണ്ണമായിട്ടത് മാറില്ല. അങ്ങനെ പിന്നെ എക്സസൈസ് ഒക്കെ പറഞ്ഞൊന്നും ശരിയായിട്ട് ചെയ്തില്ല. പിന്നെ ഇപ്പോൾ യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കതിൻ്റെ എല്ലാം മാറ്റമായി. കാൽമുട്ട് വേദന മാറി. ഇപ്പം മുട്ട് മടക്കി നിലത്തിരിക്കാൻ പറ്റുന്നുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട്. പീരീഡ്സിൽ കുറേ കറക്റ്റായി പീരീഡ്സ് ഒക്കെ. പ്രാണായാമം ചെയ്യുന്നു. അതുകൊണ്ട് കോൾഡും ഫീവറും അധികം വരാറില്ല. അപ്പോൾ എനിക്കായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നു. വളരെ ഹാപ്പി. ബോഡിയൊക്കെ ഭയങ്കര ഫ്ലെക്സ് ആയിട്ടുണ്ട്. എവിടെയും ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. നമസ്കാരം. ഹരിയോം അക്ക. ഹരിയോം അക്ക. അടുത്തതായി രവീന്ദ്രൻ അണ്ണ. അണ്ണ ബോംബെയിൽ നിന്നുമാണ്. 16-ാമത്തെ ബാച്ചിൽ ചേർന്നതാണ്. പറഞ്ഞോളൂ. ഹരിയോം. ഞാൻ ബോംബെയിൽ നിന്നാണ്. എൻ്റെ സ്വദേശം പാലക്കാട് ഡിസ്ട്രിക്ട് പട്ടാമ്പിക്ക് അടുത്ത് വല്ലപ്പുഴയിലാണ്. 16-ാമത്തെ ബാച്ചിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ കുറേ കാലമായി യോഗ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നടന്നിട്ടില്ല. ബോംബെയിലെ തിരക്കും ബഹളവും സമയക്കുറവും കാരണം. ഇപ്പോൾ 15-ാമത്തെ ബാച്ചിൻ്റെ ഒരു ലിങ്കാണ് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നത്. അന്ന് ഞാനൊരു സാധാരണ ഫോർവേഡ് മെസ്സേജ് ആണെന്ന് കരുതിയതിൽ ഇത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ 16-ാമത്തെ ബാച്ചിൻ്റെ ഡീറ്റെയിൽ വാങ്ങിക്കുകയും ജനുവരി 1 ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അന്ന് മുതൽ ഇതുവരെ ഒട്ടുമിക്ക ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അത് വളരെ ദുർലഭം ചില ക്ലാസ്സുകൾ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ. പ്രത്യേകിച്ചും 5 മണിക്ക് ഇത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാന്നുള്ളത് വളരെ ഉപകാരമായി. അപ്പോൾ കൂടുതൽ യോഗ ചെയ്യാനും അതിനെ ശ്രദ്ധിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റിട്ടയർമെന്റിന് ശേഷം അത്ര നേരത്തെ എണീക്കുന്ന സ്വഭാവമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 5 മണിക്ക് എണീക്കാനും 5:30 ക്ലാസ്സിൽ പങ്കെടുക്കാനും കഴിയുന്നുണ്ട്. അത് വീട്ടിലിരുന്ന് ചെയ്യാനും സാധിക്കുന്നത് വളരെ ഉപകാരമാണ്. എനിക്ക് മാനസികമായും ശാരീരികമായും വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉറക്കക്കുറവുണ്ടായിരുന്നു, അതിനും മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ യോഗ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു മനസ്സിലായി. എല്ലാ യോഗ ശിക്ഷകർക്കും യോഗ പ്രമുഖർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഹരിഓം. ഹരിയോം അണ്ണ. എല്ലാവരുടെയും അനുഭവം എല്ലാവർക്കും ഒരു എൻകറേജ്മെന്റ് ആവട്ടെ. അടുത്തത്, യോഗ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കേൾക്കാം രാകേഷ് അണ്ണനിൽ നിന്ന്. രാകേഷ് അണ്ണ കായംകുളം സ്വദേശിയാണ്. BARC മൈസൂരിൽ ജോലി ചെയ്യുന്നു. NYC 4-ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ റെഗുലറായി യോഗ ക്ലാസ്സുകളും എടുക്കാറുണ്ട്. ഹരിയോം അണ്ണ. ഹരിയോം അക്ക. ഹരിയോം.
SPYSS NVC മലയാളം ഓൺലൈൻ യോഗ പരിശീലനത്തിലേക്ക് സ്വാഗതം. ശരിയായ മനോഭാവം, കൂട്ടായ്മ, നിസ്വാർത്ഥ സേവനം. SPYSS ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി, ആസ്ഥാനം തുംകൂർ, കർണാടക. യോഗ ക്ലാസുകൾക്കുള്ള പൊതുനിർദ്ദേശങ്ങൾ. നമ്മുടെ സമിതിയിൽ പ്രായഭേദമന്യേ എല്ലാ പുരുഷന്മാരെയും അണ്ണ എന്നും സ്ത്രീകളെ അക്ക എന്നുമാണ് അഭിസംബോധന ചെയ്യുന്നത്. കന്നഡയിൽ അണ്ണ എന്ന സഹോദരനെന്നും അക്ക എന്ന സഹോദരി എന്നുമാണ്. ഹലോ, ഹായ് എന്നതിന് പകരം ഓം, ഹരിയോം എന്നാണ് പറയുന്നത്. ഉയർന്ന ബാൻഡ് വിഡ്ത്തിലുള്ള ഇന്റർനെറ്റ് കണക്ഷനിലൂടെ സൂം ആപ്പ് വഴി നിർദ്ദിഷ്ട ലിങ്കിലൂടെയാണ് ഓൺലൈനായി യോഗ ക്ലാസ്സിലേക്ക് ചേരേണ്ടത്. ഇതിനായി മൊബൈൽ, ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. മികച്ച പരിശീലനത്തിനായി വീഡിയോ ഓൺ ചെയ്ത് വെക്കുകയും ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ആവശ്യമെങ്കിൽ മാത്രം ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മതിയാകും. ഇൻസ്ട്രക്ടറുടെ വീഡിയോ പിൻ ചെയ്യുക വഴി വീഡിയോ പൂർണ്ണമായും സ്ക്രീനിൽ ദൃശ്യമാകും. സൂമിൽ അവരവരുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഉപയോഗാർത്ഥികളെ ബ്ലോക്ക് ചെയ്യാനുള്ള അവകാശം സമിതിയിൽ നിക്ഷിപ്തമാണ്. മികച്ച ദൃശ്യതയ്ക്കായി പ്രകാശ സ്രോതസ് നിങ്ങളുടെ മുന്നിൽ വരത്തക്ക രീതിയിൽ ഇരിപ്പിടം സജ്ജമാക്കുക. ദേഹാസ്വാസ്ഥ്യമുള്ളവർ വീട്ടിൽ തനിച്ചാണെങ്കിൽ ദയവായി പരിശീലിക്കാതിരിക്കുക. പരിശീലനത്തിന് 30 മിനിറ്റ് മുമ്പായി 1-2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുക. യോഗ പരിശീലനം നടത്തേണ്ടത് വെറും വയറ്റിലാണ്. പരിശീലന സമയത്ത് പഞ്ചസാര, വെള്ളം ഇവ അടുത്ത് സൂക്ഷിക്കുകയും ആവശ്യമെങ്കിൽ മാത്രം കഴിക്കുകയും ചെയ്യാം. യോഗ പരിശീലനത്തിന് 1 മണിക്കൂർ ശേഷം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളതുള്ളൂ. പരിശീലനത്തിനിടയിൽ വെള്ളം കുടിക്കുന്നത് അഭികാമ്യമല്ല, എങ്കിലും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കുടിക്കാവുന്നതാണ്. പരിശീലന സമയങ്ങളിൽ ആഭരണങ്ങൾ ഒഴിവാക്കുകയോ കുറഞ്ഞ രീതിയിൽ ധരിക്കുകയോ ചെയ്യാവുന്നതാണ്. യോഗ പരിശീലനത്തിന് കോട്ടൺ വസ്ത്രങ്ങളാണ് അഭികാമ്യം. അണ്ണന്മാർ ടീഷർട്ടും ട്രാക്ക് പാൻസ് അല്ലെങ്കിൽ 3/4 ഉപയോഗിക്കാവുന്നതാണ്. അക്കമാർ മുടി നന്നായി കെട്ടിവെക്കുകയും കഴുത്തോളം ചേർന്ന് നിൽക്കുന്ന ടീഷർട്ട് ഉപയോഗിക്കേണ്ടതാണ്. ആർത്തവ ദിനങ്ങളിൽ അക്കമാർ യോഗ പരിശീലനം ചെയ്യാൻ പാടുള്ളതല്ല. പരിശീലനത്തിന് മുമ്പ് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും പരിശീലനത്തിന് 30 മിനിറ്റ് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. യോഗ പരിശീലനത്തിന് റബ്ബർ മാറ്റ് അല്ലെങ്കിൽ കോട്ടൺ വിരി ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിന് വായു സഞ്ചാരമുള്ളതും ശബ്ദ മലിനീകരണം കുറവുമായിട്ടുള്ള ഒരു സ്ഥലം പരിശീലനത്തിന് തിരഞ്ഞെടുക്കേണ്ടതാണ്. അപകടകാരികളായ വസ്തുക്കൾ പരിശീലന സ്ഥലത്ത് നിന്ന് മാറ്റേണ്ടതാണ്. പരിശീലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിയർപ്പ് തുണി ഉപയോഗിച്ച് തുടച്ച് എടുക്കാതെ കൈകൊണ്ട് നീക്കം ചെയ്യേണ്ടതാണ്. ഫാൻ, AC മുതലായവ ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ല. ഇവയെല്ലാമാണ് യോഗ ക്ലാസുകൾക്കുള്ള പൊതു നിർദ്ദേശങ്ങൾ. ഹരിയോം. ഹരിയോം വിനോദക്ക. ഹരിയോം അണ്ണ. ആദ്യ ദിവസത്തെ യോഗാഭ്യാസം ശിക്ഷ നൽകാൻ സത്യജിത്ത് അണ്ണനെ ക്ഷണിക്കുന്നു. ഹരിയോം സത്യജിത്ത് അണ്ണ. ഹരിയോം. എല്ലാവർക്കും ശുഭസുപ്രഭാതം. ഇന്ന് കാര്യമായ ആസന നമുക്ക് 21 ദിവസമുണ്ട്. കോഴ്സ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു തുടക്കം കുറിക്കുകയാണ്. വജ്രാസനം ആണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. അതുപോലെ ഇന്ന് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ. എൻ്റെ ആരോഗ്യം, എൻ്റെ ആവശ്യം, എൻ്റെ അവകാശം, ഈ സതുദ്ദേശത്തോടു കൂടി ഈ 17ാമത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത എല്ലാ പുതിയ യോഗ ബന്ധുക്കൾക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇരിക്കുന്ന പോസ്റ്റർ വളരെ വ്യത്യസ്തമാണ്. സാധാരണയായി നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയെ നമ്മൾ വലിയ ആയാസമില്ലാതെ ചെയ്യുന്നതാണ്. അതിന് നമ്മൾ സുഖാസനം എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ യോഗികളും അതുപോലെ മറ്റുള്ളവരൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ പത്മാസനം ചെയ്യാറുണ്ട്. ഈ വജ്രാസനം, അത് എൻ്റെ പേര് പോലെ തന്നെ അത് നമ്മുടെ ശരീരത്തെ ദൃഢമാക്കുകയും അതുപോലെ വജ്രാസനത്തിൽ പല വജ്രത്തോളം ഗുണങ്ങളുമുണ്ട്. അപ്പോ
എല്ലാവർക്കും അറിയുന്നതാണ്. വജ്രാസനം ഇതാണോ എന്ന് തോന്നുന്നുണ്ടോ? സാധാരണ നമ്മുടെ പൂർവികർ ഒക്കെ ചെയ്തു വരുന്നതായിരുന്നു. അതുപോലെ ബുദ്ധ സന്യാസികൾ, അതുപോലെ നമുക്കറിയാം മുസ്ലിങ്ങൾ അവരുടെ നമാസ് ചെയ്യുമ്പോഴൊക്കെ ഈ അതിന്റെ ഗുണം അറിഞ്ഞുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഈ വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യാറ്, ആസനത്തിലാണ് ചെയ്യാറ്. അപ്പോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതിന് മുമ്പ് പൃഷ്ഠഭാഗം കാൽവണ്ണയിൽ സ്പർശിച്ചിരിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ് വജ്രാസനം. ഇതിന് പല ഗുണങ്ങളുമുണ്ട്. നമ്മൾ ധ്യാനത്തിനായാലും നമ്മൾ ഈ വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണടച്ച്, അപ്പോൾ നമ്മുടെ നട്ടെല്ല് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കുവാനും, അതുപോലെ ഈ വജ്രാസനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ താഴോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കുറഞ്ഞ് ഈ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഗട്ട്സ് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് ദഹനേന്ദ്രിയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വളരെ പ്രയോജനകരമാണ്. അങ്ങനെ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതുപോലെ നമ്മുടെ സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങൾ ഈ വജ്രാസനത്തിനുണ്ട്. നമുക്ക് കൂടുതൽ ആഫ്റ്റർ മീൽസ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയയെ ഇത് വളരെ നല്ല രീതിയിലാക്കുകയും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഉന്മേഷവും ഊർജവും നൽകുന്നതുമാണ്. നമുക്ക് അടുത്തതായി ഇത് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. നമുക്ക് കാൽ നീട്ടി വെക്കാം. കാൽ നീട്ടി വെച്ചുകൊണ്ട് നമ്മുടെ വലത് കാൽ മുട്ട് സൈഡിൽ നിന്നും മടക്കുക. അതുപോലെ ഇടത് കാൽ മുട്ട് സൈഡിൽ നിന്നും മടക്കി നമ്മുടെ പൃഷ്ഠഭാഗം കാൽവെണ്ണയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ പോസ്റ്ററാണ് വജ്രാസനം. നമ്മുടെ നട്ടെല്ല് നേരെ ഇരിക്കട്ടെ. കണ്ണടച്ചുകൊണ്ട് ദീർഘമായി ശ്വാസമെടുക്കാം. ഞാൻ സൈഡിൽ നിന്നും കാണിക്കാം ഒന്നുകൂടി. അതുപോലെ നമുക്ക് കാലിന് എന്തെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ സുഖാസനത്തിലേക്കും വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് വേദന കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതേ പോസ്റ്ററിൽ നിന്ന് നമുക്ക് വജ്രാസനത്തിലേക്ക് തന്നെ വരാവുന്നതാണ്. സൈഡിൽ നിന്ന് കാണിക്കാം. നമ്മൾ ഒന്ന് കാല് മടക്കി വെച്ച് നേരെ വെച്ച് അവിടുന്ന് മടക്കി ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ നമ്മൾ മുട്ടുകാലിൽ വന്ന് അവിടെ നിന്നും താഴേക്കിരുന്ന് ചെയ്യാവുന്നതാണ്. നമ്മുടെ കാൽപാദം പുറത്തേക്ക് മുകളിലേക്ക് കാണുന്ന രീതിയിലായിരിക്കാം ഇരിക്കുന്നത്. അപ്പോ വജ്രാസനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് അതുപോലെ നമ്മുടെ പല ആസനങ്ങൾ ചെയ്യുന്നതിനും, ഇപ്പോ ഉഷ്ട്രാസനം, അതുപോലെ ഗോമുഖാസനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ ആസനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഈ സ്റ്റേജിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. ഇനിയും കൂടുതൽ നാളെ മുതലുള്ള ക്ലാസ്സുകളിൽ ഗോപകുമാരണ്ണനും മറ്റുള്ളവരൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഹരി ഓം. ഹരിയോം അണ്ണ. ഇന്നത്തെ പരിപാടിയിലെ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി വെങ്കടേശ്വരൻ അണ്ണനെ ക്ഷണിക്കുന്നു. അണ്ണൻ ബാംഗ്ലൂരിൽ സ്ഥിര താമസമാണ്. 8 വർഷമായി സമിതിയിൽ യോഗ പഠിപ്പിക്കുന്നു. ഹരിയോം അണ്ണ. ഹരിയോം. ഇന്ന് ഈ 17ാമത്തെ ബാച്ചിന്റെ ഇനോഗ്രേഷന് വേണ്ടി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ടൊരു നന്ദി പറയാം. ഇനി ഓരോരുത്തർക്കും ഞാൻ നന്ദി പങ്കുവെക്കാൻ പോവാണ്. ആദ്യമായി നമുക്ക് ദീപം തെളിയിച്ച്
ഇന്നത്തെ ഈ ഉദ്ഘാടനത്തെ തുടങ്ങി വെച്ച സ്വാമി അചാലാനന്ദ ഗിരിജിക്ക് നമ്മുടെ സാഷ്ടാംഗ നമസ്കാരം അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹ പ്രഭാഷണ മുഖാന്തരം നമുക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കി തന്നു. അതായത് ചില കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങളെല്ലാം മഹാദേവനണ്ണനും മറ്റു വിനോദിനിയൊക്കെയും ഓൾറെഡി നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞു. എങ്കിലും കൂടി കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നും യോഗ മുഖാന്തരം ഇതിൽ വരുന്ന അനുഭവങ്ങളെയും മറ്റേ ഗുണങ്ങളെയും പറ്റി അദ്ദേഹം നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നു ത്രൂ സോ മെനി ഉദാഹരണങ്ങളോടുകൂടി. അതായത് ഹാപ്പിനെസ്, മൈൻഡിന്റെ കോർഡിനേഷൻ, ഇതിനെപ്പറ്റിയെല്ലാം അദ്ദേഹം നമുക്ക് ഒരുപാട് നന്നായി പറഞ്ഞു തന്നു. ഈ സ്വാമിജിക്ക് നമ്മുടെ വകയായും മറ്റും SPYSSന്റെ എല്ലാ യോഗ ബന്ധുക്കളുടെ പരമായും ഞാൻ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് വിനോദിനിയാക്ക വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ ആങ്കറിങ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു പരിപാടിയെ ആരംഭിച്ചു തന്നു. വിനോദിനിയാക്കയ്ക്ക് നമ്മുടെ പേരിലും മറ്റും SPYSSന്റെ എല്ലാ യോഗബന്ധുക്കളുടെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി വൈദിക പ്രാർത്ഥന പ്രകടിപ്പിച്ച രാധാകൃഷ്ണൻ അണ്ണന് സന്തോഷ് അണ്ണനെ നമ്മുടെ പേരിലും മറ്റു സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അമൃതവചനം ചൊല്ലിയ രാധാകൃഷ്ണൻ അണ്ണന് നന്ദി പ്രകടിപ്പിച്ചു കൊള്ളുന്നു. പഞ്ചാംഗ പഠനം നടത്തി തന്ന ബാലഗോപാൽ അണ്ണനും സമിതിയുടെ പേരിലും മറ്റെല്ലാ SPYSSന്റെ സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. സാമൂഹിക പ്രാർത്ഥന ചൊല്ലിയ അഭിനന്ദൻ അണ്ണന് നന്ദി പ്രകടിപ്പിച്ചു കൊള്ളുന്നു. NVC പ്രഭു മഹാദേവനാണ് നമുക്ക് തന്ന തുടക്കം മുതൽക്ക് ഇന്ന് വരെ നട്ടലായിട്ട് നിന്ന് മഹാദേവരാവണന് ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തത് ഗോപകുമാരണ്ണൻ നമ്മുടെ ആദ്യത്തെ ക്ലാസ് തുടങ്ങി ഇന്ന് വരെ യാതൊരു മുടക്കവും കൂടാതെ ഈ ക്ലാസ്സിനെ വളരെ ഭംഗിയായിട്ട് 17 ബാച്ച് വരയ്ക്കും ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നമ്മൾ അനുകരിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്തു തന്ന് ഈ യോഗ ക്ലാസ്സിന് നല്ല ഭംഗിയോടുകൂടി നടത്തി തരുന്ന ഗോപണ്ണന് നമ്മുടെ പേരിലും മറ്റും SPYSS ഓൺലൈൻ മലയാളം ക്ലാസിന്റെ പേരിലും മറ്റെല്ലാ യോഗ ബന്ധുക്കളുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ കോർഡിനേറ്ററായിട്ട് ഈ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കൾക്കും, അതായത് ഇൻസ്ട്രക്ടേഴ്സ് സത്യജിത്ത് അണ്ണ, ലതീഷ് അണ്ണ, രേഖ അക്ക, മറ്റും ജോയ് അണ്ണ, ഇവർക്കെല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും all the best wishes for the new classes to be conducted by these instructors. പിന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ജോയ് അബ്രഹാം അണ്ണനും സുഷ്മ അക്കയ്ക്കും രവീന്ദ്ര അണ്ണനും അംബിക അക്കയ്ക്കും നമ്മളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ജനറൽ ഇൻസ്ട്രക്ഷൻ, അതായത് ഈ യോഗ ക്ലാസ്സിൽ നമ്മളെ പരിപാലിക്കേണ്ട ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്ന രാകേഷ് അണ്ണന് ഞങ്ങളുടെ പേരിലും മറ്റും സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അഭ്യാസം
തുടങ്ങി വെച്ച ഇന്നത്തെ യോഗ ഇനോഗ്രേഷൻ ദിവസത്തിൽ വജ്രാസനത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയിച്ചു തന്ന സത്യജിത്ത് അണ്ണന് സമിതിയുടെ പേരിലും മറ്റും നമ്മൾ എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ജിൽജാക്ക, നമ്മുടെ ഈ മലയാളം ക്ലാസ്സിന്റെ ഒരു വിധത്തിൽ നട്ടെല്ലാണെന്ന് പറയാം. വളരെ സൗമ്യമായിട്ടും വളരെ ലളിതമായിട്ടുള്ള രീതിയിലും എല്ലാവരുമായിട്ട് സംഘടിപ്പിച്ച് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മളുടെ ക്ലാസ്സുകളെ എല്ലാം നല്ല വിധത്തിൽ നടത്തി തരുന്ന യോഗാക്കിക്ക് വലിയൊരു നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ നമ്മൾക്ക് അന്നദാതാക്കളായ കർഷകന്മാർക്കും നമ്മുടെ 24 മണിക്കൂറും സുരക്ഷമായി സംഭവിക്കുന്ന യോഗ വീരഭടന്മാർക്കും പ്രകൃതി ദേവതയ്ക്കും നമ്മുടെ ഈ ക്ലാസ്സിനെ നന്നായി നടത്തി തരുന്ന യാതൊരു പ്രോബ്ലം ഇല്ലാതെ കണ്ട് ചെയ്തു തരുന്ന നെറ്റ്വർക്കിനും നമ്മളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം അണ്ണ. SPYSSലെ എല്ലാ പരിപാടികളും അവസാനിക്കുന്നത് ലോക കല്യാണ മന്ത്രം ചൊല്ലിയാണ്. ഇതിനുവേണ്ടി ലതീഷ് അണ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം ലതീഷ് അണ്ണ. ഹരി ഓം. എല്ലാവർക്കും നിലനിന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. ലോക കല്യാണ മന്ത്രം ചൊല്ലാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. ഹരി ഓം അണ്ണ. ഹരി ഓം. ഇന്നത്തെ പരിപാടികൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംശയം പുതിയ ബാച്ചിലെ ആൾക്കാർക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമ്മുടെ SYC മുഖ്യ ശിക്ഷക് ഗോപകുമാരൻ അണ്ണൻ അവൈലബിൾ ആണ്. ഒരു 1 or 2 minutes സമയം കഴിഞ്ഞിരിക്കുന്നു. ഹരി ഓം അണ്ണ. ഹരി ഓം. ഹരി ഓം. അപ്പം നാളെ ഒരു 5:30 എണീക്കുക, 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക, ഒരു 5:55 അല്ലെങ്കിൽ 5:50 ആ സമയത്ത് ഇതിൽ ജോയിൻ ചെയ്യാം. 6 മണിക്ക് തുടങ്ങി 7 മണി വരെ നാളത്തെ യോഗ അഭ്യാസം കാണും. വളരെ സിമ്പിളായിട്ടുള്ള വാമപ്പ് ശ്വാസക്രിയ ഇങ്ങനെ ആണ് തുടങ്ങുന്നത്. നിലത്തിരിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ ചെയറിലിരിക്കാം. അപ്പം നാളെ അങ്ങനെ പല ദിവസമായിട്ട് എങ്ങനെയാണ് ഈ ഇന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കുറച്ചുകൂടെ വിവരിച്ച് നാളെ നമുക്ക് പിന്നെയും കേൾക്കാം. എന്തെങ്കിലും വേറെ ചോദ്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് നമുക്ക് ഇപ്പോൾ അഡ്മിൻ മാത്രമാണ്, അത് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാം. ദയവായി യാതൊരു ഫോർവേഡ്സും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാതിരിക്കുക. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യോഗയെക്കുറിച്ച് മാത്രം ചോദിക്കാം. അപ്പം നാളെ എല്ലാവരെയും 6 മണിക്ക് മുമ്പേ തന്നെ കാണാം. നല്ലൊരു ദിവസം നേരുന്നു. ഹരി ഓം. ഹരി ഓം അണ്ണ.